ഇനി പാലക്കാട് ജില്ലയിൽ തന്നെ പുത്തരിപ്പാടം എന്നൊരു പ്രദേശമുണ്ട്. പുത്തരിപ്പാടം അവിടെ എന്താ നിങ്ങള് കബറേ ഇല്ല. ഒരു വലിയൊരു കുറെ സ്ഥലം ഭൂമി, അവിടെ ഒരു മരത്തുമെന്നൊരു വള്ളി ഇങ്ങോട്ട് താന്ന് എടുക്കുന്നുണ്ട്. ആ മരത്തുമ്പോ കൂടെ വേറൊരു വള്ളി ചുറ്റിക്കണ്. അതിനാണ് ഇപ്പൊ ഈ ജാറം മൂടുന്നത്. അതിമ കാണിക്ക സമർപ്പിക്കുക, മരത്തിനെ ആരാധിക്കുക, മരവള്ളി. ആ വെളുത്ത് കാണണ്ടേ നിങ്ങള്? വിവാഹം കഴിഞ്ഞ നാളുകൾ കുറെയായി കുട്ടികളില്ലാത്ത ദമ്പതിമാർ ചെന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് മുസ്ലിയാർ പറഞ്ഞെന്നാണ് ഒരു തൊട്ടി ഇവ കെട്ടിക്കൊടുക്കുക, എന്നാ കുട്ടികളുണ്ടാവും എന്നാ വിശ്വാസം. ആരാ അതൊക്കെ ചെയ്യുന്നത്? ഏതെങ്കിലും ഇതര മതസ്ഥരുടേതല്ല. ഖൈർ ഉമ്മത്ത്, പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ വചനം മനസ്സിലും കയ്യിലുമുള്ള ആളുകളാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. സംശയം വേണ്ട. മുജാഹിദുകൾ ഇങ്ങനെ സ്ക്രീൻ ഉണ്ടാക്കി ചിലയിടത്ത് പ്രസംഗിച്ചപ്പോ അതൊക്കെ മുജാഹിദുകൾ ഇങ്ങനെ ഇപ്പൊ എല്ലാത്തിനും പറ്റൂല. കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലൊക്കെ ആളെ തലടക്കം മാറ്റണല്ലേ, പിന്നല്ല ഇപ്പൊ ഒരു മരം എന്നാ ചില മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നത്. നിങ്ങൾ പോയി നോക്കി പുത്തരിപ്പാടം ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ ഇല്ലേ? ഈ മുസ്ലിയാർ അവിടെ കാണും. ഇപ്പൊ മാറി ഡ്യൂട്ടി മാറിയിക്കണമെന്ന് അറിയില്ല. മൂപ്പര് പറഞ്ഞതാ ആളുകളോട് പറഞ്ഞ് ഇവിടെ വന്നിട്ട് നല്ല മാറ്റമാണ് എന്നാ, എല്ലാം കിട്ടുന്നുണ്ട്. നോക്കി നിങ്ങൾ. എന്നിട്ട് ആ മരത്തിലേക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക, ആമീൻ പറയ വേക്കിൽ നിന്നിട്ട് എല്ലാം അവിടെ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മരത്തിന്റെ അടിയിൽ വന്ന് ആ മരത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അഭയം തേടുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ആ മരത്തണലിൽ വെച്ച് ബൈഅത്ത് ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ചില മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മരമല്ലേ എന്ന് കരുതി മരച്ചുവട്ടിലേക്ക് പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ആ മരം അതിന്റെ മരടടക്കം ഭൂമി നാട് പിഴുതു മാറ്റി. മരം വെട്ടിയാ പിന്നെ മുളക്കുന്നു കരുതിയിട്ട് മരടടക്കാണ് പിഴുതു മാറ്റി. എന്തേ കാരണം? ഇനി അതവിടെ വരരുത്, ബഹുദൈവാരാധന മാറ്റിയതാ. ആ ഉമറുൽ ഫാറൂഖിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. സഹാബത്തിനോട് ബന്ധം ഞങ്ങൾക്കാണ്, സഹാബത്തിനെ ബഹുമാനിക്കുന്നവർ പിൻപറ്റുന്ന ഞങ്ങളാണ്, മുജാഹിദുകൾ സഹാബികളെ തള്ളുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. എന്താ കാരണം? ഒക്കെ തന്നെ ആരോടും പ്രാർത്ഥിച്ചോളൂ, എവിടെയും പോയി കുമ്പിട്ടോളൂ, സുജൂദ് ചെയ്തോളൂ, ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി.